ഷാ ചോക്ലേറ്റിന്റെ രണ്ടാമത്തെ ലോങ് വീഡിയോയിലേക്കാണ്. ഓക്കെ, അപ്പോ ഈ തൊപ്പി ഏകദേശം ആലോചിക്കുന്നുണ്ടാവും. ഇന്നലെ ഇടാൻ തുടങ്ങിയത്, ഇന്നും ഇട്ടിട്ടുണ്ട്, നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇടുന്നതെന്ന് വെച്ചാൽ ഭയങ്കര മജാട്ടോ. ഇത് അനക്ക് എന്തോ ഭയങ്കര ടൈപ്പ് ഇട്ടിട്ട് എന്തോ ഒരു പാങ്ങിത്. അപ്പൊ ഇതിന്റെ 3 കളേഴ്സ് അവൈലബിൾ ആണ്. അത് പറയാൻ വേണ്ടിട്ടൊന്നുമല്ല കേട്ടോ, ഇവിടെ വരുന്ന ആൾക്ക് അറിയാം. നമ്മൾ ഈ പുതിയ ഐറ്റംസ്, നമ്മളെ മെയിൻ കണ്ടന്റ് എന്ന് വെച്ചാൽ നമുക്ക് പുതിയ ഐറ്റംസ് വില കുറഞ്ഞിട്ട് നമുക്ക് കസ്റ്റമേഴ്സ്ക്ക് എത്തിക്കണം എന്നാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഒരു ചിന്ത. അങ്ങനെയാണ് വെച്ചാല് എന്ത് സാധനം വരുന്നത് ആ സാധനം എല്ലാം ഇപ്പൊ നമ്മ കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ അത് വെച്ചു കൊടുക്കണം. അതിപ്പോ ഇവിടെ എത്ര പീസ് കാണുന്നോ അതല്ല, നമ്മ എത്തിച്ചു കൊടുക്കണം. ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ വരുന്ന സാധനമാണ് ബഞ്ചസ്. ഏതെല്ലാം കളേഴ്സ് ആണില്ല, ബഞ്ചസ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഫ്രെയിമിന്റെ പുതിയ മോഡൽ വന്നിട്ടുണ്ട്. വരുന്ന സാധനം അപ്പം സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട്. പിന്നെ ബാഗ് ഐറ്റംസ്, ലേഡീസിന്റെ ബാഗ് ഐറ്റംസ്, അങ്ങനെ എന്ത് നിങ്ങൾ പറയുന്ന സാധനം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കൊണ്ടുവരും. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഷാ ചോക്ലേറ്റിന്റെ ഒരു അഡാർ ഓഫർ, അതായത് കടക്കാര്യമായിട്ടുള്ള ഓഫർ വരുന്നുണ്ട്. കാത്തിട്ട് നിൽക്കാം എന്ന് വെച്ചാല് ഇതിപ്പോ എന്തിന്റെ പേരിലൊന്നുമല്ല. നമ്മപ്പോ ഇപ്പൊ എനിക്ക് ഞാൻ ഓഫർ കൊടുക്കുന്ന ചിന്ത എങ്ങനെ വെച്ചാല് പെട്ടെന്ന് വിചാരിക്കും ഒരു ഓഫർ കൊടുത്താലോ, കസ്റ്റമേഴ്സിന് ഒരു ഓഫർ കൊടുത്താലോ. ഓക്കെ, ആ ഓഫർ കൊടുക്കുന്നതിൽ കുറെ എന്തെല്ലാം കാര്യം നമുക്ക് ഉണ്ട്. അതായത് കുറെ ആള് പറഞ്ഞിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പബ്ലിസിറ്റി വരുമ്പോ അതിലെന്താന്ന് വെച്ചാല് കുറെ ആൾക്ക് അതൊരു ഉപകാരമായിട്ട് വരുന്നു. ചിലപ്പോൾ എൻഗേജ്മെന്റ് കഴിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാം നടത്തുന്നവരായിരിക്കും. ഒരിക്കലും ഭയങ്കര ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനും ബർത്ത്ഡേ അങ്ങനത്തെ കുറെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ വീട് ഇടുന്ന അങ്ങനത്തെ ഓഫർ നമ്മൾ കണ്ടിട്ടില്ല. നമ്മ മെയിൻ ആയിട്ട് അമ്മ ഈ ഒരു ഷാ ചോക്ലേറ്റിൽ സംഭവിക്കുന്നത് നമുക്ക് പുരക്കേക്ക് പൈസ കൊണ്ടു കെട്ടി വെക്കാനല്ല. അപ്പൊ ഒരിക്കലും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഞാൻ ഈ ഒരു ഷോപ്പിലേക്ക് വന്നിട്ടില്ല. അതായത് കിട്ടുന്നതിന് നല്ല ലാഭം വെച്ചിട്ട് അതിന് കൊന്നിട്ട് എടുക്കണം എന്നുള്ള ഇത് ഞാൻ വെച്ചിട്ടില്ല. നമ്മളെ മെയിൻ കണ്ടന്റ് എന്താ പറയുക, നമുക്ക് ബാക്കിയുള്ളവർക്ക് ഉപകാരം ചെയ്യാം. ഓക്കെ, നമ്മളെ കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ അത് ലൈഫിൽ ഏറ്റവും സക്സസ് ആണ്. അല്ലാതെ ഒരാൾക്ക് ഉപദ്രവമായിട്ട് മാറിയെങ്കിൽ അത് ലൈഫിൽ ഏറ്റവും വലിയ തോൽവിയാണ്. മനസ്സിലായില്ലേ? നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഉപകാരം ഉണ്ടാകാൻ നോക്കാം, ഒരിക്കലും ഒരാൾക്ക് ഉപദ്രവം ഇല്ലാതെ വെക്കാൻ നോക്കാം. ഓക്കെ, ഇന്ന് വരെ എന്നെ കൊണ്ടായിരിക്കും ഉപകാരം ഉണ്ടായിട്ടുണ്ടാവും, ഉപദ്രവം ഉണ്ടായിട്ടാണോ എനിക്ക് തോന്നാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരെങ്കിൽ എനിക്ക് എന്നാ പൊരുത്തപ്പെട്ടിരണം. അതേ പറയാൻ കഴിയും, വേറൊന്നും പറയാൻ കഴിയാലോ. മരിച്ചാളുണ്ടാവും. പിന്നെ ജസ്റ്റ് വേറൊരു കഥ പറയാ, നമ്മ മുമ്പ് ഫസ്റ്റ് നമ്മൾ തുടങ്ങിയെന്ന് വെച്ചാൽ ഹോൾസെയിൽ ഷോപ്പിലേക്ക് സാധനം കൊടുത്തിട്ടാണ് തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ സ്വാഭാവികം ക്രെഡിറ്റ് എല്ലാം സ്വാഭാവികമാണ്. കുറെ ഷോപ്പാറ് പൈസ തരാനുണ്ട്. ഓക്കെ, അപ്പോ ഒരു ഷോപ്പത്തെ 1000 രൂപ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആ വ്യക്തിനെ ഇതാക്കുന്നല്ല കേട്ടോ, കുറച്ച് ഉള്ളിത്തട്ടേ കാര്യമാണ്. ഇന്നലെ ആ കളക്ഷൻ പോയിട്ട് ഉള്ളിത്തട്ട കാര്യമാണ്. ആ ഷോപ്പത്തെ ആ ഒരു വ്യക്തി പൈസ തരാനുണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം നവംബറിൽ വെച്ചാണ്. പിന്നെ സ്വാഭാവികം കച്ചവടം എല്ലാവർക്കും കുറവാണ്. എല്ലാവരും നല്ല കച്ചവടത്തിൽ പോകുന്നതൊന്നുമല്ല. ചെറിയ പീടികക്കാരുടെ അവസ്ഥ എന്തെന്ന് അറിയാം. ശരിക്കും ഈ മാൽക്കിസ്റ്റ് ഈ ഇങ്ങനത്തെ ഐറ്റംസ് അല്ലെങ്കിൽ പഞ്ചസാര തന്നെ 2 രൂപ വെച്ചിട്ടാണ് ലാഭം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനത്തെ പീടികക്കാരുണ്ട്. കാരണം അത്ര അവർക്കില്ല, അവർക്ക് പൊരിക്കൊണ്ടാവുന്നത് കിട്ടുന്നില്ല, അവർക്ക് ഇങ്ങനെ റോളിംഗ് ആണ്. അത് മാത്രമാണ്. ഓക്കെ, അങ്ങനെ ഒരു ഷോപ്പിൽ 1000 രൂപ വെച്ചിട്ടുണ്ടായിന്. ആ ഇച്ച ഇന്ന് കബറിലാന്നില്ല. 10 ദിവസം മുമ്പ് അയാൾ ഈ ലോകത്ത് മറിഞ്ഞു. ഒക്കെ ഭയങ്കര ഇതാകാരം. കാരണം വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ വാട്സപ്പിൽ റെക്കോർഡ് ഉണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ അയാളിച്ച വോയിസ് ഉണ്ട്. ഭയങ്കരമായിട്ട് നല്ല വിഷയം പറയും, മോനെ നീ എപ്പോ ഇങ്ങോട്ട് വരുന്ന ആ ചോദ്യം ചോദിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം അവിടെ പോയിട്ട് നമുക്ക് അറിയുന്ന കാര്യം അയാളില്ല, അയാൾ മരിച്ച്. പൈസന്റെ കഥ അല്ല കേട്ടോ, പൈസ അത് പിന്നെ ആക്കുമ്പോ അത് ക്ലിയർ ആക്കും. അതല്ല, ആ ഏറ്റവും തട്ടിയൊരു കാര്യം അതാണ്. നമ്മ ഇങ്ങനെ ഇടക്കിടക്കല്ല കോണ്ടാക്റ്റുള്ള വ്യക്തി പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ ഉള്ള ആ ഒരു ഇത് അതൊന്നും ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷെ നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടാകാൻ നോക്കാം, ഉപദ്രവം ഉണ്ടായിക്കൂടാ. അത് ആർക്കാണെങ്കിലും മറക്കണ്ട. ഇൻഷാല്ലാ ഷാ ചോക്ലേറ്റിന്റെ കടകാര്യമായ ഓഫർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നമ്മളെ ഷാ ചോക്ലേറ്റിന്റെ പേര് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ആക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നമ്മളെ സപ്പോർട്ട് ആക്കാനാണ്. അതാണ് നിങ്ങളെ കൊണ്ട് കഴിയുക. ഷോപ്പിലേക്ക് വന്നാൽ ഏറ്റവും ഉപകാരമായിട്ടുള്ള മാത്രമേ ഉള്ളാവൂ. കാരണം നിങ്ങൾ പുറത്തു കൊടുക്കുന്നതിനായിട്ട് എന്തായാലും വില കുറഞ്ഞിട്ടുണ്ടാവും. 1220 ഉറുപ്പ, 218 ഉറുപ്പക്ക് ഏറ്റവും 30 kg ട്രോളി ബാഗ് ഓഫർ ഇട്ട് ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമാണ്. 49 ഉറുപ്പക്കും 25 ഉറുപ്പക്കും 39 ഉറുപ്പക്കും കിൻഡ്രോബിന് കൊടുത്ത ഒറ്റൊരു വ്യക്തി ഞാൻ മാത്രമാണ്. അഹങ്കരിക്കുന്നല്ല കേട്ടാ, അതാണ് എന്റെ വിജയം എന്ന് ഞാൻ കാണുന്നത്. ഓക്കെ, എന്റെ വിജയം നമുക്ക് ബാക്കിയുള്ളവരുടെ മുമ്പിലുള്ള വിജയം അതാണ്. തളർത്താൻ നോക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും, ഓരമ്മ നോക്കിയിട്ടുണ്ടെങ്കിലേ. പിന്നെ ഒറ്റൊരു കാര്യം, ഈ കുരക്കുന്ന പട്ടിയിൽ ഒരിക്കലും കടിക്കാതെ, ഈ കുരക്കുന്ന പട്ടി കടിക്കില്ല. അതിങ്ങനെ കുറച്ചോടെ ഉണ്ടാവും. എല്ലാവരും ഒരാള് ഷോപ്പിലേക്ക് വിസിറ്റ് ആക്കി നമ്മൾ ഓഫർ വരുന്നുണ്ട്. നിങ്ങൾ കാത്തിട്ട് നിൽക്കുക. ഓക്കെ, നിങ്ങൾക്ക് അത്രത്തോളം ഉപയോഗപ്പെടുന്ന ഓഫർ തന്നെ ആയിരിക്കും. അപ്പൊ മറക്കണ്ട, ബാക്കൽ ഹദ്ദാദ് നഗർ ഹസമദ റോഡ് തൊട്ട് ഫസ്റ്റ് ലെഫ്റ്റ് മുമ്പിൽ എന്താണ് ഷാ ചോക്ലേറ്റ് ആണ്.